ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ, പ്രത്യേകിച്ച് അതിൻ്റെ 18 ഉള്ള വചനഭാഗത്ത് നമുക്ക് വളരെ സുപരിചിതമായൊരു സംഭവമുണ്ട്. കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് ഈശോ തൻ്റെ പ്രിയപ്പെട്ട അപ്പോസ്തലന്മാർ ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണെന്ന് ജനങ്ങൾ പറയുന്നത്. അപ്പോൾ അവർ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അവസാനം ഈശോ ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ ശിമയോൻ പത്രോസ് എല്ലാവർക്കും വേണ്ടി പറയുകയാണ്, നീ ജീവനുള്ള ദൈവപുത്രനായ ക്രിസ്തുവാണ്. ഇത് പറഞ്ഞ ഉടനെ നമുക്ക് വിസ്മയം തോന്നുന്നൊരു കാര്യമാണ് ഈശോ തൊട്ട് പുറകെ പറഞ്ഞത്. ഈ കാര്യം ആരോടും പറയരുതെന്ന് അവൻ അവരോട് നിർദ്ദേശിച്ചു. ഈശോയെ യഥാർത്ഥമായി ഏറ്റു പറയാനുള്ള കൃപ ലഭിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലാതെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് പോയി പ്രചരിപ്പിക്കാനല്ലേ പറയേണ്ടിയിരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈശോ അത് വിലക്കിയത്? അതിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു പാരഗ്രാഫ്, ആ സംഭവം വായിക്കുമ്പോൾ നമുക്കിൻ്റെ സൂചന ലഭിക്കും. അതിന് തൊട്ട് പറയുകയാണ്, ഈശോ പറയുകയാണ്, ഞാൻ ജെറുസലേമിലേക്ക് പോവുകയാണ്, അവിടെ വെച്ച് എനിക്ക് പീഡനമുണ്ടാകും, എന്നെ വധിക്കും, എന്നാൽ ഞാൻ 3-ാം ദിവസം ഉത്ഥാനം ചെയ്യും. ഇത് കേട്ട ഉടനെ പത്രോസ് ഈശോയെ മാറ്റി നിർത്തി ഉപദേശം കൊടുക്കുകയാണ്, ഗുരു നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഉടനെ ഈശോ പറയുന്ന വാക്ക്, സാത്താനെ ദൂരെ പോവുക, നിൻ്റെ ചിന്ത മാനുഷികമാണ് എന്ന് പറഞ്ഞ് ഈശോ അവിടെ ശാസിക്കുകയാണ്. ഈ ഒരു വചനഭാഗത്ത് നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് തൊട്ട് മുമ്പ് എന്നെക്കുറിച്ച് പോയി സത്യവിശ്വാസം ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇത് പ്രഖ്യാപിക്കാൻ വരട്ടെ എന്ന് ഈശോ പറഞ്ഞത്? അതിൻ്റെ കാരണം, പത്രോസിനും കൂട്ടർക്കും ഈശോയെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെങ്കിലും ഈശോയാകുന്ന ആ രഹസ്യത്തെക്കുറിച്ചുള്ള അറിവ് വളരെ അപൂർണമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേൾക്കുന്നവർ ശുശ്രൂഷകരായിട്ടുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, വചനപ്രഘോഷകർ, ധ്യാനഗുരുക്കന്മാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നമുക്കെല്ലാവർക്കും ഉള്ള വലിയൊരു സന്ദേശമാണ് ഈശോ നൽകുന്നത്. ഈശോയെക്കുറിച്ചുള്ള എന്തെങ്കിലും അറിവ്, പക്ഷെ നമുക്ക് ഈശോയെക്കുറിച്ച് ചില നല്ല അറിവുകൾ കാണും, നല്ല അനുഭവങ്ങൾ കാണും. അതേ സമയത്ത് ഈശോയെക്കുറിച്ച് നമുക്ക് ഉണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്ന സമഗ്രമായൊരു അറിവ്, ഒരു ജ്ഞാനം നമ്മളില്ലെങ്കിൽ, നമ്മൾ ഒത്തിരി സത്യം പറയുന്നതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ കുറച്ച് സത്യം പറയുന്നതോടൊപ്പം തന്നെ കുറച്ച് അസത്യങ്ങളും അർത്ഥസത്യങ്ങളും അപൂർണമായ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അത് കേരള സഭയിൽ ഇപ്പോൾ നമുക്ക് ഒത്തിരിയേറെ കാണാവുന്നൊരു മേഖലയുമാണിത്. കഴിഞ്ഞ ദിവസം കർത്താവ് തന്നൊരു ചിന്ത ഇതായിരുന്നു, അബദ്ധപ്രബോധനങ്ങൾ ഒരു വലിയ അപകടമാണെന്ന് എനിക്ക് നേരത്തെ തന്നെ കർത്താവ് വെളിച്ചം തന്നിരുന്നു. അബദ്ധപ്രബോധനങ്ങൾ, പാഷാണ്ഡതകൾ മാരകമായ പാവമാണ്. അത് പഠിപ്പിക്കുന്നവർ പൈശാചിക സ്വാധീനത്തിനാണ് അത് ചെയ്യുന്നത്. അതുവഴി അനേകം ശ്രോതാക്കളെ അവർ പൈശാചിക സ്വാധീനങ്ങളിലേക്ക് നയിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നല്ല ബോധ്യമുണ്ടായിരുന്നു. അതിൻ്റെ ഫലം ഇത്തരം ആത്മാക്കൾക്ക് നരകത്തിലേക്കുള്ളൊരു വഴി അവർ തുറന്നു കൊടുക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം കർത്താവ് എന്നൊരു പ്രധാനപ്പെട്ട ഒരു ചിന്ത, അബദ്ധ പ്രബോധനം എന്നതുപോലെ തന്നെ അപൂർണമായ പ്രബോധനങ്ങളും വളരെ അപകടകരമാണ്. അപൂർണമായ ഈ പ്രബോധനങ്ങൾ ആത്മാക്കളെ മിക്കവാറും നയിക്കുന്നത് ശുദ്ധീകരണത്തിലേക്കായിരിക്കും. പ്രിയപ്പെട്ട ശുശ്രൂഷകരെ, നമ്മളെല്ലാം ശുശ്രൂഷ ചെയ്യുന്നത് ആത്മാക്കളെ സ്വർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയല്ലേ? നമ്മൾ അശ്രദ്ധ കൊണ്ട് അറിവില്ലാതെ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ നമ്മൾ ശ്രോതാക്കളെ, വിശ്വാസികളെ നരകത്തിലേക്കോ അല്ലെങ്കിൽ ശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു ഈശോയ്ക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമല്ലേ? വിശ്വാസികൾ പലപ്പോഴും ഇത് അറിയുന്നില്ല. അപ്പോൾ ഈ ഒരു വലിയ വെളിച്ചം കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേകമായൊരു ധ്യാന ശുശ്രൂഷ നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്താണ് കേരള സഭയിൽ ഇപ്പോൾ കുറച്ചൊക്കെ വ്യാപകമായിരിക്കുന്ന നന്മമരം ഓൺലൈൻ മിനിസ്ട്രി അവർ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഒരു ധ്യാനത്തിന് വേണ്ടി നമ്മളെ ക്ഷണിക്കുന്നത്. ഈ മാസം ആഗസ്റ്റ് മാസം 31 മുതൽ സെപ്റ്റംബർ മാസം 5 വരെയാണ് ഈ ധ്യാനം നടക്കുന്നത്. വൈകുന്നേര സമയത്ത് ഇന്ത്യൻ സമയം 8 മുതൽ 10 വരെയാണ് ആ ധ്യാനം. തുടക്ക സമയത്ത് സ്തുതി ആരാധന, പിന്നീട് വചന ശുശ്രൂഷ, പിന്നീട് പ്രൈസ് ആൻഡ് വർഷിപ്പ്, അതിനുശേഷം അവസാനത്തെ 15 മിനിറ്റ് ദിവ്യകാരുണ്യ ആരാധന, പുരോഹിതൻ്റെ ആശീർവാദമൊക്കെ അടങ്ങിയ ഒരു പാക്കേജാണ് ഈ ധ്യാനം. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സ്നേഹാഭിഷേക ധ്യാനം, അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞതുപോലെ അബദ്ധ പ്രബോധനങ്ങളോ അപൂർണമായ പ്രബോധനങ്ങളോ ഒന്നും, അതിൻ്റെയൊക്കെ ഭവിഷ്യത്തൊക്കെ ബോധ്യപ്പെടുത്തി എന്താണ് ഈശോ മിശിഹായെക്കുറിച്ചുള്ള സത്യപ്രബോധനം, ഈശോ എന്ന വ്യക്തിയെ അല്ലെങ്കിൽ ക്രൈസ്തവ ജീവിതത്തെ നമ്മളെങ്ങനെയാണ് സത്യവിശ്വാസം നോക്കിക്കാണേണ്ടത്,
ഈശോ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, പൂർണ്ണമായി സ്നേഹിക്കേണ്ടത്, ഇതേക്കുറിച്ചൊക്കെയുള്ള ആഴപ്പെട്ട ബോധ്യങ്ങളും അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്ന പ്രത്യേക ശുശ്രൂഷയാണിത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് IHS മിനിസ്ട്രി ശുശ്രൂഷകൾ, ഓൺലൈൻ ധ്യാനങ്ങളും താമസിച്ചുള്ള ധ്യാനങ്ങളും അല്ലെങ്കിൽ ഞാനിതുള്ള പുസ്തകങ്ങളും ഒക്കെ വായിച്ച അനേകരുമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ഈ വരുന്ന ദിവസം നടക്കാൻ പോകുന്ന ആ ധ്യാനത്തിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. ആ ഓൺലൈൻ ധ്യാനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുവരെ നൽകപ്പെട്ട IHS മിനിസ്ട്രി വഴി നൽകപ്പെട്ട അറിവുകളെ കുറച്ചുകൂടി പൂർണ്ണമാക്കുന്ന, പരിപക്വമായിരിക്കുന്ന ഒരു ശുശ്രൂഷയായിരിക്കുമെന്ന് തീർച്ചയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ ശുശ്രൂഷയ്ക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ മാത്രം വന്നാൽ പോരാ, നിങ്ങൾ പരമാവധി പേരെ, നിങ്ങൾക്ക് പരിചയമുള്ള പരമാവധി പേരെ അതിലേക്ക് നയിക്കാൻ ശ്രമിക്കുക. അങ്ങനെ അനേകം പേര് ഈശോയെ അറിയട്ടെ, ഈശോയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കട്ടെ. തെറ്റായ അറിവുകളിൽ നിന്നും, അപൂർണമായ അറിവുകളിൽ നിന്നൊക്കെ വിട്ടുമാറി ശരിയായൊരു അറിവിൽ ഈശോയെ സ്നേഹിക്കുവാൻ അങ്ങനെ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ വീഡിയോ സന്ദേശവും നിങ്ങൾ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. ആ ശുശ്രൂഷയിൽ എങ്ങനെ പങ്കുചേരാം എന്ന് ബന്ധപ്പെട്ട് ഒരു ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സ് കൊടുത്തിരിക്കും. ആ ലിങ്ക് വഴി നിങ്ങൾ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാനുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന, സന്ദേശം കേൾക്കുന്ന സമയം തൊട്ട് തന്നെ ശുശ്രൂഷകൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുക. നമുക്കന്ന് 31-ാം തീയതി വൈകിട്ട് 8 മണിക്ക് കാണാം. ഈശോ എല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.